പൊതുവെ ചെറിയ കുട്ടികളുള്ള അച്ഛനമ്മമാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, കുട്ടിക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും വളരെ കുറവാണ്, ഭയങ്കര വികൃതിയാണ്, എത്ര പറഞ്ഞാലും ഒരു കാര്യം ചെയ്യണമെങ്കിലും ഒരുപാട് ടൈം എടുക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഭയങ്കര വികൃതിയാണ്, എന്തൊക്കെ ചെയ്തിട്ടും തല്ലിയിട്ടും വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടും ഒരു കാര്യമില്ല. സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആണ്, ഒരു ഹോംവർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നില്ല, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് മിക്ക പാരൻസും പറയുന്നതാണ്. എന്നാൽ ചിലരെങ്കിലും ഇങ്ങനെയുള്ള ഈ സിംറ്റംസ്, അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇതെല്ലാം അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. കുട്ടിക്കാലത്തെ കുസൃതികളും വികൃതികളുമായിട്ടൊക്കെ അത് കണക്കാക്കാറുണ്ട്. എന്നാൽ തുടർച്ചയായി 6 മാസത്തിൽ കൂടുതൽ ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ മിക്സഡ് സിംറ്റംസ്, ഈ സിംറ്റംസ് കുട്ടികളിൽ 6 മാസത്തിൽ കൂടുതൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ ഡിസോർഡർ ഉള്ള കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന പ്രധാന സിംറ്റംസ് ആണ്, കുട്ടിക്ക് അറ്റൻഷൻ കുറവായിരിക്കും, അതേപോലെ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കൊണ്ട് സാധിക്കില്ല, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, അതേപോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഇത് നേരവും പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. കുട്ടികളായിട്ട് എപ്പോഴും വഴക്കിടുക, വികൃതി ഉണ്ടാക്കുക, അതേപോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ കുട്ടി ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ADHD ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ അവരെ പനിഷ്മെന്റ് കൊടുത്തിട്ടോ ഒന്നും തന്നെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നിങ്ങളുടെ കുട്ടികൾ 6 മാസത്തിൽ കൂടുതൽ ഈ സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മെഡിക്കേഷനിലൂടെയും തെറാപ്പീസിലൂടെയും മാത്രമാണ് ഇവരുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. പൊതുവെ ഇത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കണ്ടുവരാറ്. എന്നാൽ മുതിർന്നവരിലും ADHD കാണാറുണ്ട്. അതിനെ നമ്മൾ അഡൾട്ട് ADHD എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് 6 മാസത്തിൽ കൂടുതൽ ഈ സിംറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു വലിയൊരു മാനസിക പ്രശ്നമോ മാനസിക രോഗമോ അല്ല. കൃത്യമായിട്ടുള്ള മെഡിക്കേഷനും അതേപോലെ ബിഹേവിയറൽ തെറാപ്പിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസോർഡർ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കും. അപ്പോൾ അവരെ വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ നിൽക്കാതെ കൃത്യമായി വേണ്ടത് എന്താണോ അത് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം.